നമസ്കാരം, ഷ്യാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന അടൂരിലുള്ള ശരത് സ്നേഹ ദമ്പതികളുടെ വീട്ടിലെ പേർഷ്യൻ ക്യാറ്റുകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. വിവാഹത്തിന് ശേഷം വീട്ടുകാരത്തോടൊപ്പം തന്നെ പേർഷ്യൻ ക്യാറ്റുകളെ വളർത്തി നല്ല രീതിയിലൊരു വരുമാനം കണ്ടെത്തുന്ന ഒരാളാണ് സ്നേഹ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ശരത്തിൻ്റെയും സ്നേഹയുടെയും വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. എൻ്റെ പേര് ശരത്ത്. ഞാൻ അടൂരാണ് സ്ഥലം. ഞാൻ ഒരു 3 വർഷമായിട്ട് ഞാൻ ക്യാറ്റ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഡോൾ ഫേസ് സെമി പഞ്ചാണ് ഉള്ളത്. ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ മോൾ. വൈഫിൻ്റെ ഒരു പൂച്ചയോടുള്ള ഒരു താല്പര്യപ്രകാരമാണ് നമ്മളൊരു ആദ്യമായിട്ടൊരു പൂച്ചയെ മേടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മെയിൽ ക്യാറ്റിനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് മേടിക്കുകയും അപ്പം അത് ഒരു ബ്രീഡിങ് അത് തന്നെ നമ്മൾ കൂട്ടിലിട്ടപ്പോൾ തന്നെ ബ്രീഡാവുകയും ആ കിറ്റൻസിന് ഉണ്ടാവുകയും ചെയ്തു. അപ്പം കിറ്റൻസിനെ നമ്മൾ ആവശ്യക്കാർ വന്ന് നമ്മൾ കൊടുത്തപ്പോൾ കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പിന്നെ വൈഫിനോട് ചോദിച്ചു, വൈഫ് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വൈഫ് പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മൂവ്മെൻറ്റ് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ശരത് പറഞ്ഞു കൂടുതലും എന്താ പറയുക വൈഫിൻ്റെ താല്പര്യപ്രകാരമാണ് നമ്മൾ പൂച്ചയെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് സ്നേഹയ്ക്ക് ഈ കിറ്റൻസിനോടൊരു അറ്റാച്ച്മെൻറ്റ് വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബ്രീഡ് ചെയ്യാൻ തോന്നി? എനിക്ക് കുഞ്ഞിലെ മുതലേ എല്ലാ പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ്. സാധാ നമ്മുടെ പൂച്ചയില്ല, അതിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഒറ്റയ്ക്കായപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഒരു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിക്കുന്നത്. അതിപ്പം നല്ല രീതിയിൽ ബ്രീഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതിപ്പം നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പം ധാരാളം ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് പൊതുവെ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി കൂടുക, അങ്ങനെയാണ് കൂടുതൽ സ്ത്രീകളും ചെയ്യുന്നത്. ഇപ്പം സ്നേഹയെ സംബന്ധിച്ചിട്ട് ഇപ്പം ക്യാറ്റിനെ വളർത്തി അത്യാവശ്യം നല്ല രീതിയിലൊരു വരുമാനം നേടുന്നുണ്ട്. നമുക്കിതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു ഇൻകം കിട്ടുന്ന ഒരു ഇതായിട്ട് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. കാരണം വലിയൊരു കഷ്ടപ്പാടൊന്നുമില്ല, നമുക്ക് അതിനോടൊരു ഇഷ്ടം മാത്രം മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇരട്ടി ലാഭവും കിട്ടും. ഇപ്പോൾ സ്നേഹയെ സംബന്ധിച്ചിട്ട് ഇതിനകത്ത് ഇത്രയും 3 വർഷമായിട്ട് ക്യാറ്റിനെ പരിപാലിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രോമം പൊഴിയുന്നതും പിന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനും മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടു ജോലിയും ഈ പൂച്ച വളർത്തലും തമ്മിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇതിന് വലുതായിട്ട് നമുക്ക് വലിയ ഇതൊന്നും ഇല്ല. നമ്മുടെ ജോലിയുടെ കൂടെ കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. നമ്മൾ രാവിലെ ഒന്ന് കുറച്ച് സമയം ഇതുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് വെള്ളം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വൈകിട്ടാണെങ്കിലും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഡെലിവറിയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഓവറായിട്ട് കെയർ ചെയ്യേണ്ടി വരത്തുള്ളൂ. സ്നേഹ, ഇപ്പം നമ്മുടെ ഇവിടെയുള്ള പൂച്ചകളിൽ എങ്ങനെയുള്ള ആവശ്യക്കാരാണ് നമ്മുടെ ഇവിടെ നിന്ന് കിറ്റൻസിനെ വാങ്ങിക്കാൻ വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപണി എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്? ആദ്യമൊക്കെ മാർക്കറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ തുടങ്ങിയ സമയത്ത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ വഴിയായിരുന്നു നമ്മൾ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ കൊടുത്ത കിറ്റൻസിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടും അവർ റെഫർ ചെയ്തിട്ടും കുറേ പേര് വന്ന് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് വീടുകളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ കസ്റ്റമൈസ് വരുന്നത്. നമുക്കിവിടെ മെയിനായിട്ട് 2 ബ്രീഡിനെയാണ്, ഡോള്, സെമി പഞ്ച്. അപ്പോൾ ഇതിൻ്റെ എത്ര രൂപയ്ക്കാണ് ഇതിൻ്റെ കിറ്റൻസിനെ വിൽക്കുന്നത്? ഡോൾ ഫേസിന് നമ്മൾ 6,500-6,000 കൊടുക്കുന്നത്. സെമിക്ക് 7,500 കൊടുക്കുന്നത്. നമുക്ക് കൂടുതലും ആവശ്യക്കാർ ഡോളിനാണോ ഇവിടെ സെമി പഞ്ചിനാണോ? സാധാരണ ആൾക്കാർ ഡോളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആദ്യമായിട്ട് വളർത്തുന്നവരൊക്കെ ഡോളിനെയാണ് കൊണ്ടുപോകുന്നത്. സ്നേഹ, ഇപ്പം നമ്മൾക്ക് ഇവിടെ വീട്ടിൽ പൂച്ചകളെ എങ്ങനെയാണ് പരിചരിക്കുന്നത്? നമ്മളിവിടെ മെയിനായിട്ടും ക്യാറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. മിയാവിൻ്റെ റോയൽ കനാന അല്ല വിസ്കാസൊക്കെ കൊടുക്കും. പിന്നെ ഇതുങ്ങൾക്ക് മെയിനായിട്ട് നമ്മൾ ചിക്കൻ ആണെങ്കിലും ബോൺലെസ് വേവിച്ചിട്ട് കൊടുക്കും. പിന്നെ മീനാണെങ്കിലും പച്ചയ്ക്ക് കൊടുക്കില്ല, വേവിച്ചിട്ട് മുള്ളൊക്കെ മാറ്റിയിട്ട് കൊടുക്കും. പിന്നെ വെള്ളം എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടർ ആയിരിക്കണം, എപ്പോഴും വെള്ളം വേണം. പിന്നെ അധികം ചൂട് പറ്റില്ല, ഒരുപാട് ചൂട് കിട്ടാതെ തണുപ്പുള്ളിടത്താണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ. പിന്നാണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കുളിപ്പിക്കണം, ചൂടടിക്കാതെ. ഐസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഇയർ ആണെങ്കിലും ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും
ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചീകി കൊടുക്കുകയാണെങ്കിൽ രോമം പൊഴിയുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മുടെ സാധാ പൂച്ചകളെ കൂട്ട് അങ്ങനെ വെളിയിലൊന്നും അങ്ങനെ ഓവറായിട്ട് അഴിച്ചു വിടാൻ പാടില്ല. ഒന്നീ കൂട്ടിലിട്ട് വളർത്തണം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് വെളിയിൽ പോകാൻ നോക്കണം. മറ്റേ നമ്മുടെ സാധാ പൂച്ചയെ പോലെ ഒരു ഡോഗിനെ കണ്ടാലോ ഒന്നും അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാനുള്ള ഇതില്ല. മറ്റുള്ള പൂച്ചകളും ഇതുവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. നമ്മൾ അത്രയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി. ഇപ്പം സ്നേഹ പറഞ്ഞു വീടിനകത്തിട്ട് വളർത്തുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മോളും ഉണ്ട് വീട്ടിൽ. അപ്പോൾ പൊതുവേ നല്ല ഹെയറി ബ്രീഡാണ് ഈ ക്യാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് ഈ പറയുന്ന ആസ്മ അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ പൂച്ചകളെ കൊണ്ട്? ഓൾറെഡി അങ്ങനെ അലർജിക് പ്രോബ്ലം ഉള്ളവർക്ക് ഇതിൻ്റെ രോമം അലർജി ആയിരിക്കും. നമുക്കിവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മൾ തുടങ്ങിയ ഇടയ്ക്ക് എല്ലാവരും ഇത് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുള്ളിടത്ത് പറ്റില്ല. നമ്മളത് കെയർ ചെയ്യേണ്ടതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെന്നും ചീകയൊക്കെ കൊടുത്ത് കൂട്ടിലിട്ട് അല്ലെ കൂടുതൽ നമ്മൾ കുഞ്ഞുമായിട്ടുള്ള കോണ്ടാക്റ്റ് അങ്ങനെ ഒത്തിരി നമ്മൾ വെക്കാറില്ല. അത്യാവശ്യത്തിനും നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ കൈയും എല്ലാം കഴുകി. പിന്നെ ഇതിൽ എപ്പോഴും ഒന്നും അങ്ങനെ രോമം പൊഴിയില്ല. അതിൻ്റെ ഹീറ്റിൻ്റെ സമയത്ത് അല്ലെ ചൂട് കൂടുമ്പോഴൊക്കെയാണ്. ആ സമയങ്ങളിൽ നമ്മളൊന്ന് മാറ്റി നിർത്തിയാൽ മതി. അല്ലാത്തപ്പം നമ്മളൊന്ന് കെയർ ചെയ്ത് മെഡിസിൻസൊക്കെ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഈ ചോറും പാലും ഒക്കെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് രോമം പൊഴിയും. ഇതിനായിട്ടുള്ള ഫുഡ് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കണം. സ്നേഹ, ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലിപ്പം ക്യാറ്റിൻ്റെ ബ്രീഡിങ് മാത്രമുള്ളോ അതോ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ബ്രീഡിങ് മാത്രമല്ല സ്റ്റഡ് സർവീസും ഉണ്ട്. നമ്മുടെ അടുത്ത് 2 നല്ല മെയിലാണുള്ളത്. ഒന്ന് ഡോളിൻ്റെ ഒരു ഗോൾഡൻ കളറുണ്ട്, പിന്നെ ഒരു ഫുൾ വൈറ്റ് സെമി പഞ്ചുണ്ട്. രണ്ടിനും അത്യാവശ്യം നല്ല കിറ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഫീമെയിൽസിനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ വാക്സിനേറ്റഡ് ആയിരിക്കണം. ബാക്കി നമുക്ക് ഡിമാൻഡ്സ് ഒന്നുമില്ല. വാക്സിനേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിടക്കുന്ന ക്യാറ്റ്സിനും പ്രശ്നം വരും. പിന്നെ അതൊരു പ്രശ്നമാണ്. നമ്മൾ വാക്സിനേറ്റഡ് ആണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. സ്റ്റഡി ചെയ്ത് കൊടുക്കും. 1500 രൂപയാണ്. രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ്. ഈ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സ്മോൾ ബ്രീഡാണ്. അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡെലിവറിക്കൊക്കെ ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടെന്ന്, ചില സമയത്ത് സിസേറിയനൊക്കെ ആവശ്യം വരാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത്രയും വർഷം വളർത്തിയതിൽ സ്നേഹയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം ഒരു ക്യാറ്റിന് ഇതുപോലെ കിറ്റൻസ് സ്റ്റക്കായിട്ട് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. ആ ഡോക്ടറാണ് മെയിനായിട്ട് നമുക്ക് എല്ലാ സജഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലായാലും സർജറിയുടെ പ്രശ്നമാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ആ ഡോക്ടറാണ് എല്ലാ ഹെൽപ്പും ചെയ്തു തരാറുള്ളത്. അങ്ങനെ നമുക്ക് കിറ്റൻസിനെ കിട്ടിയിട്ടുണ്ട് സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് 2-3 ദിവസത്തേക്ക് ഒരു സഡേഷൻ്റെ ഒരു എഫക്റ്റ് കാണും. ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പെറ്റ് ഷോപ്പിലും വെറ്റിനറി മെഡിക്കൽ ഷോപ്പിലും ഒക്കെ മിൽക്ക് പൗഡർ കിട്ടാറുണ്ട്. അത് കലക്കി കൊടുത്താൽ മതി, കിറ്റൻസ് കിട്ടും. പിന്നെ മെയിനായിട്ട് ഈ സ്റ്റക്കാവുന്ന പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഫുഡ്, ഈ റോയൽ കനാൻ പോലത്തെ ഫുഡ് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ കിറ്റൻസിന് അമിത വളർച്ചയായിട്ട് സ്റ്റക്കായി പോകാനുള്ള ചാൻസ് വരും. 1-2 എണ്ണം വന്നിട്ട് 1 hour ഇടവിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സിംറ്റംസ് കാണിക്കും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പോയി സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മദർ ക്യാറ്റിനെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ റെയറായിട്ടേ ഉള്ളൂ, എല്ലാ ക്യാറ്റ്സിനും അങ്ങനെ വരത്തില്ല. നമുക്കിവിടെ 10 ക്യാറ്റ് ഉള്ളതിൽ 1 എണ്ണത്തിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കഴിവതും പിന്നെ 5-6 മാസത്തേക്ക് അതിനെ മെയിറ്റ് ചെയ്യാതെ ഗ്യാപ്പ് കൊടുക്കുക. അത്യാവശ്യം ഒന്ന് കെയർ ചെയ്താലും മതി. ഇപ്പോൾ പുതിയതായിട്ടൊരു യുവ സംരംഭക ഇപ്പോൾ ഈ മേഖലയിലോട്ട് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഫീൽഡിൽ ശോഭിക്കാൻ പറ്റും? നമ്മൾ ആദ്യം ബിസിനസ് എന്നുള്ള ഇതിലല്ലാതെ ഇതിനോടൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ലാഭം കിട്ടും. പിന്നെ നമ്മുടെ ഡെഡിക്കേഷനും കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരിതാണ് ക്യാറ്റ് ബ്രീഡിംഗ്.